ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, കൂറ്റൻ ചരക്ക് കപ്പലായ MSC ക്ലൗഡ് ഗിരാർഡറ്റ് വിഴിഞ്ഞം തീരത്ത്. ഇന്ത്യൻ തീരത്തെത്തിയതിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണിത്. കപ്പൽ തുറമുഖത്ത് അടുപ്പിക്കും. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, വിശദാംശങ്ങൾ. വിഴിഞ്ഞത്ത് കൂറ്റൻ ചരക്ക് കപ്പൽ എത്തിയിരിക്കുന്നു. MSC ക്ലൗഡ് ഗിരാർഡറ്റ് എന്നാണ് കപ്പലിന്റെ പേര്. ഇന്ത്യൻ തീരത്ത് തന്നെ എത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ചരക്ക് കപ്പലാണിത്. വിഴിഞ്ഞം തീരത്തേക്കാണിപ്പോൾ ഈ കപ്പൽ എത്തിയിരിക്കുന്നത്. തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കും എന്നുള്ള വിവരമാണ്. ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, തുറമുഖത്തേക്ക് എത്തിയോ ഈ കപ്പൽ? അതായത് കപ്പൽ ബർത്തിങ് നടപടികൾ നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ബർത്തിങ് നടപടികൾ പൂർത്തിയാക്കാനാകുമെന്നാണ് തുറമുഖ അധികൃതർ പറയുന്നത്. മലേഷ്യയിൽ നിന്നാണ് ഈ പടുകൂറ്റൻ ഇന്ത്യയിലെത്തിയത്. ക്ലൗഡ് ഗിരാർഡ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന ഒരു ഘട്ടത്തിൽ അത് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച ഇന്ത്യയുടെ കപ്പൽ ചരിത്രത്തിൽ തന്നെ വലിയ നിർണായകമായ ഒരു ദിനം തന്നെയാണ്. കാരണം ഈ തുറമുഖത്തിന്റെ ഒരു ശേഷി അനുസരിച്ച് ഏത് വലിയ ചരക്ക് കപ്പലിനെയും സ്വീകരിക്കാൻ കഴിയുന്ന, താങ്ങാൻ കഴിയുന്ന ഒരു കപ്പൽ ചാൽ വിഴിഞ്ഞത്തിനുണ്ട്. അത് ഇന്ത്യയുടെ ഈ കപ്പൽ ഗതാഗത ചരിത്രത്തിൽ തന്നെ, കയറ്റുമതി ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായ ഒരു കാര്യമാകും. കാരണം കൊളംബോ കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഇന്ത്യയിൽ ഇല്ലെങ്കിൽ കേരളത്തിൽ വലിയൊരു കപ്പൽ ചാൽ ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ തുറമുഖമുണ്ടാകുന്നു. ഇതിലൂടെ വലിയ തോതിലുള്ള കപ്പൽ വഴി വലിയ ചരക്ക് വിനിമയം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും. അതിൻ്റെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറും. രാജ്യത്ത് തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് മാത്രമാണ് വലിയ ഇത്തരത്തിലുള്ള മദർഷിപ്പുകൾക്ക് എത്താനുള്ള ഒരു കപ്പൽ ചാലുള്ളത്. അത് വിഴിഞ്ഞത്തിൻ്റെ സമുദ്രത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. അത്രമാത്രം ആഴത്തിൽ, സ്വാഭാവിക ആഴം ഈ തുറമുഖത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭാരമുള്ള, ശേഷിയുള്ള കപ്പലുകളെ ഇങ്ങോട്ട് സ്വീകരിക്കാനാകും. ഇപ്പോൾ തുറമുഖത്തെത്തിയിരിക്കുന്ന കപ്പലിന് 400 മീറ്റർ നീളവും 61.5 മീറ്റർ വീതിയും 16.7 മീറ്റർ ആഴവും ഈ കപ്പലിന് ഉണ്ട്. എന്തായാലും ഇന്ത്യയിൽ തന്നെ എത്തുന്ന ഏറ്റവും വലിയ ഒരു കപ്പലുകളിലൊന്നാണ് നിലവിൽ വിഴിഞ്ഞത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം ബർത്തിലേക്ക് ഈ കപ്പൽ അടുപ്പിക്കുന്ന നടപടികൾ നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കപ്പൽ അതിൻ്റെ തുറമുഖത്തടുപ്പിക്കുന്ന നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഇതിലെ ചരക്ക് ഈ പുറത്തേക്ക് ഇറക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഇതിന് അല്പസമയം വീണ്ടും എടുക്കുമെന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും കപ്പൽ നിലവിൽ ഇതിൻ്റെ ബർത്തിങ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഈ ബർത്തിങ് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2:30 കൂടിയാണ് ഈ വിഴിഞ്ഞം പ്രദേശത്തേക്ക്, വിഴിഞ്ഞം തുറമുഖ പരിധിയിലേക്ക് ഈ കപ്പൽ അടുത്തത്. അതിനുശേഷം ഏറെ മിനിറ്റുകൾക്ക് ശേഷമാണ് ഈ കപ്പൽ ചാലെല്ലാം കടന്ന് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോർട്ടിലേക്ക് അടുപ്പിക്കുന്നതിനായി നീങ്ങിയത്. എന്തായാലും ഇന്ത്യയുടെ സമുദ്ര ചരിത്രത്തിൽ, കേരളത്തിൻ്റെ സമുദ്ര ചരിത്രത്തിലെല്ലാം തന്നെ വളരെ നിർണായകമാണ്. കാരണം ഇത്രയും ഭാരമുള്ള, ഇത്രയും ശേഷി വഹിക്കാനാകുന്ന കപ്പലുകളെ ഉൾക്കൊള്ളാവുന്ന ഒരു ശേഷി ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങൾക്കില്ല. പക്ഷേ ഈ മദർഷിപ്പുകളെപ്പോലും ഉൾക്കൊള്ളാവുന്ന ഒരു ശേഷിയിൽ വിഴിഞ്ഞം വളരുമ്പോൾ അത് ഇന്ത്യയുടെ കപ്പൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാകും. ആ നിർണായകതയിലേക്ക് അതിൻ്റെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറും. കേരളത്തിൻ്റെ വികസനത്തെയും ഇന്ത്യയുടെ വികസനത്തെയും ഇത് വലിയ തോതിൽ സ്വാധീനിക്കും. എന്തായാലും ഈ കപ്പൽ ചാലിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ഇനിയും ലോകത്ത് ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും വിഴിഞ്ഞത്തെ കപ്പൽ ചാലിലൂടെ വരാനാകും. കാരണം അത്രമാത്രം സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയിലെ ഏക കപ്പൽ ചാൽ വിഴിഞ്ഞത്ത് മാത്രമാണുള്ളത്. ഈ കൊളംബോ തുറമുഖത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട്, അതിൻ്റെ പ്രസക്തി പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കപ്പൽ വഴിയുള്ള ചരക്ക് വിനിമയ കേന്ദ്രം എന്ന തലത്തിലേക്ക് വിഴിഞ്ഞം മാറും. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയ കപ്പലുകൾ ഇങ്ങോട്ടെത്തുന്നത്. എന്തായാലും ഈ പണി പൂർത്തിയാകുന്നതോട് കൂടുതൽ കപ്പലെത്തും. എന്തായാലും നിലവിലെത്തിയ പടുകൂറ്റൻ കപ്പലിൻ്റെ ബർത്തിങ് നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് കുറച്ചധികം സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ഈ ബർത്തിങ്. മലേഷ്യയിൽ നിന്നുള്ള കൂറ്റൻ ചരക്ക് കപ്പലാണ് ഇപ്പോൾ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ തീരത്ത് തന്നെ എത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ചരക്ക് കപ്പലാണിത്. ഇതിനെ തീരത്തേക്ക് അടുപ്പിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്.